2020 ലോകകപ്പിൻ്റെ രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുക. അപ്പോൾ ഇന്ന് എല്ലാ കണ്ണുകളും സഞ്ജുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അമിത പ്രതീക്ഷയോടെയാണ് സഞ്ജു ഇന്ന് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മുടെ കാണികൾ നിൽക്കാൻ പോകുന്നത്. ശരിക്കും ഇത് എത്രത്തോളം സഞ്ജുവിനെ ഒരു പ്രഷർ സമ്മാനിക്കുന്നുണ്ടെന്ന് രമേശിന് തോന്നുന്നു? അതായത് ഒരു ക്രിക്കറ്റ് താരം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ക്രിക്കറ്റ് താരം എന്ന് പറഞ്ഞപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ് ഇവരെല്ലാം അമിത പ്രതീക്ഷകൾ പേറി ബാറ്റ് ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്തതാണ്. ഈ അമിത പ്രതീക്ഷകളെ അതിജീവിക്കുക എന്നതാണ് ഒരു ക്ലാസ് ബാറ്റ്സ്മാൻ്റെ അല്ലെങ്കിൽ ഒരു ലോകോത്തര നിലവാരമുള്ള ബാറ്റ്സ്മാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ എല്ലാ മാച്ചിലും പുള്ളിക്ക് അമിത പ്രതീക്ഷയായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. അപ്പം ഒരു ക്ലാസിക് ബാറ്റ്സ്മാനായി മാറണമെങ്കിൽ അമിത പ്രതീക്ഷകളെ അതിജീവിക്കണം. അമിത പ്രതീക്ഷകൾ ഉണ്ടാവുന്നത് ഒരു ഇന്ത്യൻ താരത്തിനെ സംബന്ധിച്ച് അത് സ്വാഭാവികമാണ്. അത് ഇന്ന് അതിജീവിക്കുക എന്നതാണ് സഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏട്. അത് അതിജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ് ഭാവിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കാലം നീണ്ട കാലം ക്രിക്കറ്റ് കളിച്ച സച്ചിൻ തെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും അല്ലെങ്കിൽ സുനിൽ ഗവാസ്കർ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത പേരാണ്. സുനിൽ ഗവാസ്കറിനെ പോലുള്ളവരൊക്കെ ഈ അമിത പ്രതീക്ഷയെ അതിജീവിച്ചാണ് അവർ ക്രിക്കറ്റിൽ അവരുടേതായ സ്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ 2020 ലോകകപ്പ് പോലൊരു മത്സരത്തിൽ ഇന്ത്യയെ സെമിഫൈനലിൽ എത്തിച്ചത് സഞ്ജുവാണ്. സ്വാഭാവികമായിട്ട് അമിത പ്രതീക്ഷ വരും. ഈ അമിത പ്രതീക്ഷയെ അതിജീവിക്കുകയും നല്ലൊരു ഇന്നിങ്സ് കളിക്കേണ്ടതും സഞ്ജുവിൻ്റെ കടമയാണ്. അതിന് അമിത പ്രതീക്ഷ നൽകുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ക്രിക്കറ്റ്. ഈ അമിത പ്രതീക്ഷകളുടെ ഭാരം ഇല്ലാതെ കളിച്ചിട്ടാണ് സഞ്ജു ഇന്ത്യയെ സെമിഫൈനലിൽ എത്തിച്ചത്. അന്നത്തെ ദിവസം ആരും കരുതിയില്ല സഞ്ജു ഇത്രയും ബൃഹത്തായ ഒരു ഇന്നിങ്സ് കളിക്കുമെന്നും ഇത്രയും ക്ലാസ് ആയിട്ടൊരു കളി കളിക്കുമെന്നും. നമ്മളെയൊക്കെ എപ്പോഴും പുള്ളിയെ കണ്ടിട്ടുള്ളത് ഒരു നല്ല ഒരു ഹിറ്ററായിട്ട് എപ്പോഴും അടിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ എന്നുള്ളതല്ല. പക്ഷെ വളരെ പക്വതയോടെയാണ് സഞ്ജു ആ ഒരു ഇന്നിങ്സ് കളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള പോസ്റ്റ് ചർച്ചയിൽ അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഇന്ന് ഈ കളി ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ജയിപ്പിച്ചെടുക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. നമുക്കറിയാം, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സഞ്ജുവിനെ ചീത്ത വിളിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ് അടിച്ച് അടുത്ത സിക്സ് അടിക്കാൻ പോയി പുള്ളി പെട്ടെന്ന് വിക്കറ്റ് വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു പ്രവണത പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പം അന്നത്തെ ഈ അപ്രതീക്ഷിതമായിട്ട് വന്നുകൊണ്ടുള്ള സഞ്ജുവിൻ്റെ ഈ ഒരു രക്ഷാപ്രവർത്തനം അന്ന് നമുക്ക് ഇത്രയും അമിത പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇല്ല. പക്ഷേ ഇന്നിപ്പോൾ മൊത്തം മീഡിയാസും എല്ലാ ആൾക്കാരും ക്രിക്കറ്റ് ലോകവും സോഷ്യൽ മീഡിയയും എല്ലാം സഞ്ജുവിനെയാണ് ഇന്നത്തെ പ്രതീക്ഷയോടെ നോക്കുന്നത്. ഇന്നത്തെ പ്രതീക്ഷ സഞ്ജുവിനെയാണ്. സഞ്ജു എങ്ങനെ ആർച്ചറിനെ നേരിടും, എങ്ങനെ വിൽ ജാക്സനെ നേരിടും എന്നുള്ള ചോദ്യങ്ങളാണ് എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നത്. ഈ സൗരവ് ഗാംഗുലി പണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ സൗരവ് ഗാംഗുലി ഓസ്ട്രേലിയയിലേക്ക് കളിക്കാൻ പോയ അപ്പം സൗരവ് ഗാംഗുലിക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം അല്ലെങ്കിൽ ഷോർട്ട് ബോളുകളെ കളിക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. സൗരവ് ഗാംഗുലി അമ്പെ പരാജയപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ നിന്ന് സൗരവ് ഗാംഗുലി ഓസ്ട്രേലിയയിൽ പോകുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു. സൗരവ് ഗാംഗുലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ഓസ്ട്രേലിയൻ ടൂറായിട്ട് അത് മാറി. അത് ആണ് ഒരു താരം ആവേണ്ടത്. ഇപ്പം ആർച്ചർ എന്ന് പറയുന്ന ബോളർ ഉയർത്തുന്ന വെല്ലുവിളിയെ സഞ്ജു അതിജീവിക്കണം. എന്നാൽ മാത്രമേ ലോങ് ടേമിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സഞ്ജുവിന് കഴിഞ്ഞ കളിയിൽ അമിത പ്രതീക്ഷ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. സഞ്ജുവിനെ ഓപ്പണറാക്കി ഇറക്കിയത് സഞ്ജുവിൻ്റെ ക്ലാസ്സിലുള്ള ആളുകളുടെ ആ ടീമിൻ്റെ വിശ്വാസം തന്നെയാണ്. സഞ്ജു കളിക്കുമെന്ന് തന്നെ വിശ്വസിച്ചു. സഞ്ജു കുറച്ച് കാലം കൊണ്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഹിറ്റ് ചെയ്യുന്നു, വെറുതെ ആവശ്യമില്ലാത്ത പന്തുകൾ ഹിറ്റ് ചെയ്യുന്നു, ഔട്ടാവുന്നു. ഈ ഔട്ടാവുന്നത് എന്തിനാണ്? റൺ എടുക്കാൻ വേണ്ടിയാണ്. റൺ എടുക്കാൻ വേണ്ടി സഞ്ജു ഉദ്ദേശിക്കുന്നത് എപ്പോഴും 50 പന്തിൽ ഒരു 97 റൺസ് തന്നെയായിരിക്കും സഞ്ജു അന്നും ഉദ്ദേശിച്ച് ഈ അടികളൊക്കെ അടിക്കുന്നത്. പക്ഷെ അത്തരം അടികൾ ഇല്ലാതെ തന്നെ 50 പന്തിൽ 97 റൺസ് എടുക്കാൻ പറ്റുന്ന ഒരു താരമാണ് താനെന്ന് സഞ്ജു കഴിഞ്ഞ കളിയിൽ തെളിയിച്ചു. അപ്പോൾ സഞ്ജു അങ്ങനെ വേണം ബാറ്റ് ചെയ്യാൻ. സഞ്ജു കഴിഞ്ഞ കളിയിൽ 2 സ്ക്വയറിൽ 2 നല്ല ഷോട്ടിലൂടെ നേടി. അതേപോലെ ലെഗ് ഗ്ലാൻസിലൂടെ സിംഗിളുകൾ എടുക്കുന്നു. അതായത് ബോളുകൾ ഉയർത്തി അടിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രൗണ്ട് ബോളുകളാണ് അടിച്ച് റൺ നേടുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഓപ്പണർ സഞ്ജുവിനെ എപ്പോഴും ഒരു ഹിറ്ററായിട്ടല്ല കാണുന്നത്, ക്ലാസ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. അപ്പൊ ഒരു ക്ലാസ് ബാറ്റ്സ്മാന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റൺസ് നേടുക എന്നുള്ളത്, സമന്വയിപ്പിക്കുക. പ്രത്യേകിച്ച് ഓപ്പണറായിട്ടാണ് കയറുന്നത്. ഓപ്പണറായിട്ട് വരുന്ന ഒരു ബാറ്റ്സ്മാന് ഒരുപാട് ഫീൽഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലൂടെ പന്ത് പായിക്കാൻ പറ്റിയാൽ തന്നെ സഞ്ജുവിന് റൺസ് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് സ്ക്വയർ കട്ട് സഞ്ജു നന്നായി കളിച്ചു. പക്ഷേ സഞ്ജുവിന് കവർ ഡ്രൈവുകളുണ്ട്. കവർ ഡ്രൈവ്, അതായത് ഞാൻ പറഞ്ഞ ഉയർത്തിയടിക്കുന്ന കവർ ഡ്രൈവുകൾ അല്ലാതെ ഗ്യാപ്പിലൂടെ റൺസ് നേടുന്ന ശൈലിയിൽ കളിച്ചു വേണം പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെ നേരിടാൻ. ജോഫ്ര ആർച്ചറെ പോലൊരു ബോളറെ
കൂറ്റനടികൾക്ക് ശ്രമിച്ചാൽ ചിലപ്പം അത് മിസ് ഹിറ്റ് വരും. എവിടെ കൃത്യമായിട്ട് ഫീൽഡർ നിർത്തി അവർക്ക് ക്യാച്ച് എടുക്കാൻ പറ്റും. പന്ത് ബൗണ്ടറി പോകണമെന്നില്ല. പക്ഷേ കൂടുതൽ നമ്മൾ ഗ്രൗണ്ടിലെ ഗ്യാപ്പുകൾ കണ്ടെത്തി 6 എന്നതിലുപരി 4 അടിക്കുക, അല്ലെങ്കിൽ പന്ത് ബൗണ്ടറി കടത്തുക, അങ്ങനെയും പിടിച്ചു നിൽക്കാം നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയും ടീമിനെ ജയിപ്പിക്കാം. അതാവണം സഞ്ജു ഇന്ന് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഈ സമ്മർദ്ദത്തിനെല്ലാം അതിജീവിക്കും. ആദ്യത്തെ 3 ഓവറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 3 ഓവർ എങ്ങനെ സഞ്ജു കളിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്ത്യയുടെ ഇന്നത്തെ വിജയം. നമ്മളിപ്പോൾ ഈ സഞ്ജുവിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഇന്ത്യയുടെ ഒരു അസ്ഥിരത ഭയങ്കരമായിട്ടുണ്ട്. ബാറ്റിങ്ങിൽ ഒരു അസ്ഥിരതയുണ്ട്. കഴിഞ്ഞ കളിയിലും സഞ്ജു ഒരറ്റത്ത് നിന്ന് ഈ 97 റൺസ് എടുത്തു എന്ന് പറയുമ്പം ഏതാണ്ട് പകുതിയോളം റൺസ് അദ്ദേഹമാണ് അന്ന് സ്കോർ ചെയ്തത്. ബാക്കി എല്ലാവരും കൂടെ നോക്കിയെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ റൺസ് മാത്രമാണ് അവർ എടുക്കാൻ സാധിച്ചത്. പിന്നെ ഇതിനകത്ത് തിലക് വർമ്മയും ശിവൻ ദുബെയും അന്ന് ഒരു മിന്നലാക്രമണം നടത്തിയത് കൊണ്ടാണ് ഇന്ത്യക്ക് ആ സ്കോർ ചേസ് ചെയ്യാൻ പറ്റി, അനായാസം ചേസ്. അതായത് ഇന്ത്യൻ ടീമിൽ ഞാൻ അന്നും പറഞ്ഞ പോലെ ഒരു മെന്ററായി കളിക്കാൻ പറ്റുന്ന ഒരു താരം ഇല്ല. ഇപ്പം ഓപ്പണിങ്ങിൽ വരുന്ന അഭിഷേക് ശർമ്മയാവട്ടെ, ഇവരെല്ലാം അടിച്ചു കളിക്കുന്നവരാണ്. സൂര്യകുമാർ യാദവ്, ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാർ, അവരെന്ന് പറഞ്ഞാൽ അടിച്ചു കളിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. അവർക്ക് അതിനെ പറ്റത്തുള്ളൂ. അവിടെയാണ് സഞ്ജു നിലയുറപ്പിക്കേണ്ടതും ഇന്നിങ്സിനെ ആങ്കർ ചെയ്യേണ്ടതും. അങ്ങനെ നിന്നതുകൊണ്ട് മാത്രമാണ് തിലക് വർമ്മയ്ക്കും ഹാർദിക് പാണ്ഡ്യ ഒരു ചെറിയ ഇന്നിങ്സ് ആണെങ്കിൽ പോലും മനോഹരമായിരുന്നു. ആ കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിങ്സ് ഹാർദിക് പാണ്ഡ്യയാണ് ഔട്ടായി പോയെങ്കിലും. ഒപ്പം തന്നെ ശിവം ദുബെ എന്ന് പറഞ്ഞാൽ നല്ല പവറാണ്. അവസാനം എങ്ങനെ അടിക്കാനും കളിക്കുന്ന പ്ലെയറാണ് തിലക് വർമ്മ. കുറച്ച് ക്ലാസ് ഉണ്ട്. ശിവൻ ദുബെ ഏത് പന്തിനെ എങ്ങനെ അടിക്കും. ശിവൻ ദുബയുടെ ഇന്നിങ്സ് സൂപ്പർ ആയിരുന്നു. കാര്യം പുള്ളിയുടെ ഒരു 2 4 ഈ സഞ്ജുവിന് അനായാസ 6 പിന്നീട് അവസരം ഒരുക്കിയത്. അല്ലെങ്കിൽ അതൊരു വലിയ ടൈറ്റ് മാച്ചിലേക്ക് പോവായിരുന്നു. പക്ഷേ ഈ ആങ്കർ റോളിൽ സഞ്ജു തന്നെ കളിക്കണം. കാര്യം അഭിഷേക് ശർമ്മയ്ക്കായാലും ടെക്നിക്കില്ല അവർക്ക് അത്രയും. പക്ഷേ സഞ്ജു ടെക്നിക്കിൽ ഉറച്ചു നിന്ന് ഇതേപോലെ ഇന്ന് കഴിഞ്ഞ തവണ കളിച്ചതുപോലെ ബാറ്റ് ചെയ്താൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും നല്ല സാധ്യതയാണുള്ളത്. ഇന്ന് ടീമിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം, ചിലപ്പോൾ അഭിഷേക് ശർമ്മയെ മാറ്റിയിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ എടുക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ഒരു ബാറ്റ്സ്മാൻ എന്നുള്ളതിൽ, അല്ലെങ്കിൽ റിങ്കു സിംഗ് പക്ഷേ ഫോം ഔട്ടാണ്. വാഷിംഗ്ടൺ സുന്ദറിന് ഏത് സാഹചര്യത്തിലും ഏത് കളിയിലും നന്നായിട്ട് കളിക്കാൻ. വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിലും വൺഡേയിലും 3 ഫോർമാറ്റിലും പറ്റിയ ആളാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കേണ്ടത് 3 ഫോർമാറ്റിലും വാഷിംഗ്ടൺ സുന്ദറിനെയാണ്. കാര്യം 3 കളിക്കാം. അങ്ങനെ വരുമ്പം എല്ലാ ടീമുകളിലും ഒരാൾക്ക് നിയന്ത്രണം വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ കളിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം പ്ലെയർ ആണ്. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 4 പേരിൽ ഒരാളായിട്ട് ഇറങ്ങി ഇന്നിങ്സ് ആങ്കർ ചെയ്ത് പോവുക, നന്നായിട്ട് കളിക്കും. സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ പറ്റും. എല്ലാ ഷോട്ടുകളും ഉണ്ട്. റൺസ് സിംഗിൾസ് എടുക്കാൻ പറ്റും, ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റും, വരുമ്പോഴേ അടിക്കാനും പറ്റും. എന്തുകൊണ്ട് ഫസ്റ്റ് ബോൾ തൊട്ട് അടിച്ചു തുടങ്ങുന്നത് അത് റിങ്കു സിംഗും അതെ, ഇയാളും അതെ. ഇവർക്ക് സ്റ്റാൻഡ് ചെയ്ത് കളിച്ചെടുക്കാൻ. റിങ്കു സിംഗിന് വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ നിലയുറപ്പിക്കാൻ പറ്റത്തില്ല, പുള്ളിക്ക് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ അങ്ങനെയല്ല. ടെസ്റ്റ് കളിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണല്ലോ. അപ്പൊ ടെക്നിക്ക് ഉണ്ട് പുള്ളിക്ക്. ആ ടെക്നിക്ക് വെച്ചിട്ട് അഭിഷേകിനെ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. കാരണം അയാളിലുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടമായിട്ടുണ്ട്. പണ്ടത്തെ പോലെ ആ ഒരു ആത്മവിശ്വാസം അയാൾക്കില്ല. മറ്റേ T20 ഇന്ത്യയാണ് 1ാം റാങ്ക്. ഇയാളാണ് 1ാം നമ്പർ ബാറ്റ്സ്മാൻ. ഇംഗ്ലണ്ടാണ് 2ാം നമ്പർ ടീം. അപ്പം ആ 2 ടീമുകൾ കളിക്കുമ്പോൾ 1ാം നമ്പർ ബാറ്റ്സ്മാൻ അത്ര പെട്ടെന്ന് മാറ്റുക പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ഒരു 50 പുള്ളി 2 മാച്ച് മുമ്പ് അടിച്ച സാഹചര്യം. അത് ശരിയാണ്. അതുപോലെ ഇംഗ്ലണ്ടിനും വലിയൊരു പേടി സ്വപ്നമായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ജോസേട്ടൻ്റെ ഫോം. ജോസ് ബട്ട്ലർ ഇതുവരെ ഒരു കളിയും നേരെ കളിക്കാൻ പറ്റില്ല. അദ്ദേഹം ഓപ്പണറായിട്ട് ഇറങ്ങുമ്പോഴേ സ്റ്റോക്ക് വിക്കറ്റാണ്. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ആദ്യത്തെ 2 ഓവറിനുള്ളിൽ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അവരുടെ ഏറ്റവും മികച്ച പ്ലെയറായിട്ട് നിൽക്കുന്ന വിൽ ജാക്സ് ആണ്. വിൽ ജാക്സ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഗംഭീര പ്ലെയറാണ് പുള്ളി. അയാളുടെ ഒരു പ്രകടനത്തിലൂടെയാണ് ശരിക്കും ഈ ഇംഗ്ലണ്ട് കയറി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ എപ്പോഴും ബട്ട്ലർ വേറൊരു തലത്തിലാണ്. അതാ പ്രത്യേകിച്ച് IPL കളിച്ച് പുള്ളിക്ക് ഇന്ത്യയിലെ മുഴുവൻ ഗ്രൗണ്ടുകളും പിച്ചുകളുടെ സ്വഭാവം, കളിക്കാരെ പറ്റിയെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവാണ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ പോലും ബട്ട്ലറാണ് എല്ലാം നിയന്ത്രിക്കുകയും എന്നൊക്കെ പറയുന്നൊരു കാലമുണ്ട്. ബട്ട്ലറിൻ്റെ ഒരു സ്വാധീനം, ഇന്ത്യയെ നന്നായി അറിയാവുന്ന ബട്ട്ലർ അത്ര ചെറിയ കക്ഷിയല്ല. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴെല്ലാം പുള്ളി പെർഫോം ചെയ്യുന്നതാണ് ഒരു ശീലം. എനിക്ക് തോന്നുന്നു 2022 വേൾഡ് കപ്പ് സെമി ഇന്ത്യ ഇംഗ്ലണ്ടായിരുന്നു. അന്ന് അവർ 10 വിക്കറ്റിനാണ് തോന്നുന്നു. കാരണം അന്ന് ഈ ബട്ട്ലർ ഒറ്റ നിന്ന് അതിക്രൂരമായി അടിച്ചു കളഞ്ഞു ഇന്ത്യ. അന്ന് അവര് കപ്പ് നേടി. അതിന് മുമ്പിലത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് മുമ്പ് ഇന്ത്യയും
ഇംഗ്ലണ്ട് തന്നെയാണ് സെമി കളിച്ചത്. അന്ന് ഇന്ത്യയാണ് ജയിച്ചത്. 2024 കളിച്ചത്. അതെ, അത് ഇന്ത്യയാണ് അന്ന് 2022 ഈ അടി നടക്കുന്നത്. അടിയാണ്. ഇത് അടുത്ത തവണ ഇന്ത്യയും അവർ ഇംഗ്ലണ്ടിൽ, അതായത് ഇംഗ്ലണ്ടിനെ തോപ്പിച്ച അടുത്ത ഇന്ത്യ കപ്പ് നേടി. അപ്പൊ ഈ മാച്ചിൽ ആര് ജയിക്കും? അവര് കപ്പ് കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബൗളിംഗ് നിരയിൽ വ്യത്യാസമൊന്നുമില്ല. പിച്ച് ഈ പറഞ്ഞ പോലെ വാങ്കഡെ റൺ ഒഴുകുന്ന പിച്ചാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ. വാങ്കഡയിലാണല്ലോ സെമി നടക്കുന്നത്. അതെ, വാങ്കഡ സ്റ്റേഡിയത്തിലെ പിച്ചിനെ പറ്റി എല്ലാ ഇന്ത്യക്കാർക്കും അവിടെ കളിച്ച് ഒരുപാട് ശീലവും പരിചയവും ഒക്കെ ഉള്ള പിച്ചാണ്. പിന്നെ ഒത്തിരി പേര് ഹോം ഗ്രൗണ്ടാ. അതെ അതെ. ഇപ്പൊ ഇഷാൻ കിഷന്റെ ആണെങ്കിലും IPL വാങ്കഡെ സ്റ്റേഡിയം അവരുടെ ഒരു ഗ്രൗണ്ടാണ്. സൂര്യകുമാറിന്, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ ഇവരുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ഗ്രൗണ്ട് തന്നെയാണ്. എന്തായാലും ശരി, ഒരു സഞ്ജു മാജിക്ക് കൂടി. പക്ഷേ ഇന്ത്യ ജയിക്കണമെങ്കിൽ ജസ്പ്രീത് ബുംറ നേരെ ബോൾ ചെയ്താൽ മാത്രമേ, വിക്കറ്റ് കിട്ടിയാൽ അർഷദീപും നന്നായിട്ട് അവർ രണ്ടുപേരും ബോൾ ചെയ്താൽ മാത്രം. കഴിഞ്ഞ കളിയില് അർഷദീപിന്റെ ആ 19ാമത്തെ ഓവറാണ് സത്യത്തിൽ 200 കടക്കാവുന്ന സ്കോർ. ഇന്ത്യക്ക് അല്ല, ടോസ് കിട്ടുന്ന ആള് രണ്ടാമത് ബാറ്റ് ചെയ്യുമെന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് ടോസ് കിട്ടിയ ഇന്ത്യ രണ്ടാമത് ബാറ്റ് ചെയ്യുകയും ചെയ്താൽ ഈ രണ്ട് ബോളേഴ്സും എറിഞ്ഞാൽ മാത്രമേ ഭംഗിയായിട്ട് മുന്നോട്ട്. അല്ലെങ്കിൽ പിന്നെ സഞ്ജുവിനും ആർക്കും. ഈ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തിക്ക് പകരം 11 എത്തുമെന്നാണ് കരുതുന്നത്. കാരണം വരുണിനെ ഇപ്പൊ എല്ലാവരും എടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ വിക്കറ്റ് 12 എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വരുൺ ചക്രവർത്തിക്ക് റൺ ഒത്തിരി വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. കുൽദീപ് വന്നാലും റണ്ണൊക്കെ പോവും, വിക്കറ്റ് കിട്ടുന്നേ ഉള്ളൂ. റിസ്റ്റ് സ്പിന്നർ എന്നുള്ള ഒരു നിലയിലാണ് വരുന്നത്. എന്താണെങ്കിലും ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ ടീമിനെ തന്നെയാണ്. അത് അങ്ങനെ വരത്തുള്ളൂ. പക്ഷേ സഞ്ജു സാംസൺ ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ട് എത്തിയിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടെയാണ് സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. ഇന്ത്യക്ക് എല്ലാ വിജയാശംസകളും.